നുഴഞ്ഞേറിയ ഭീകരന്മാരെവിടെ? അവന്മാര് വില്ലിന്റെ കസ്റ്റഡിയിലാ. അവരെ ചോദിഞ്ഞ അവനെന്താ അവകാശം? ഞാനല്ലേ ഈ വാർഡിലെ മെമ്പർ. ഒരു ചൂട് ചായ എടുത്തു വെച്ച് തണുക്കുമ്പോ കഴിച്ചോളാം. ഇത് കണ്ട, ഇത്തവണ വില്ലടിച്ചാൻ പാട്ടിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്കാ. 10,000 രൂപ ഗ്യാരണ്ടിയാ. ആർക്കും എനിക്ക് വായ്പ തരാം. 10,000 രൂപ മാത്രമല്ല, പ്രശസ്തി പത്രവും പിന്നെ ഒരു പലകയും. പലകല പറ്റിക എടോ പലകം. എവിടെ അവര്? എവിടെ ഭീകരന്മാര്? അയ്യേ, ഈ ഞോള പിള്ളേരാണാ? അമ്പേ വില്ലേ, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കവർക്ക്. അയ്യോ, ഇവൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? അറിയില്ല. ഇവൻ ആരുമല്ല. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാ, MK മണി. മനസ്സിലായ? MK മണി എന്ന് വെച്ചാൽ മരം കൊത്തി മണി. തെങ്ങേറ്റമാണ് ജോലി. എങ്ങനെയോ മെമ്പറായി പോയി. ഈ പെരുമൺ ദുരന്തം കേട്ടിട്ടില്ലേ? അതുപോലെ. കാശ് കൊടുത്താൽ ഇവിടെ ആർക്കും അവാർഡ് കിട്ടും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പേ അവാർഡ് വരെ കിട്ടും. പക്ഷെ ഈ ബ്രീഫ് കേസിൽ എന്താണെന്ന് അറിയാമോ? ഈ വാർഡിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളാണ്. എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് എവിടെ ഒന്ന് കാണിച്ചു തരണം. അതറിഞ്ഞേ നിങ്ങൾ ഇവിടുന്ന് പോകൂ. പറഞ്ഞുതരാൻ ഉദ്ദേശമില്ലെങ്കിലേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ വലിയ കണ്ടുപിടുത്തക്കാരാണല്ലേ. ഈ പെരിങ്ങോട്ടുകര വന്ന ആളാവാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ ചെന്ന് കണ്ടുപിടിക്ക്. ചെന്ന് കണ്ടുപിടിക്കണ. അല്ല, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം. എന്നാ കേട്ടോ, ഈ പെരിങ്ങോട്ടുകരയിൽ അങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നില്ല. ഇവിടുത്തെ റേഷൻ കാർഡിലും വോട്ടർ പട്ടികയിലും അങ്ങനെ ഒരു കുടുംബം ഇല്ല. അതുകൊണ്ട് മക്കള് വേഗം സ്ഥലം വിട്ടോ. ഇത് വേറെ നാടാ. അവനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവനെ തല്ലിയതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ഓഹോ, അപ്പൊ അവനെ തല്ലിയവരോട് പ്രതികാരം ചെയ്യാൻ വന്നവരാണല്ലേ. എന്ന് വെച്ചാ പാർത്തം പിള്ളയോട് ഏറ്റുമുട്ടാൻ വന്ന ഗുണ്ടകളാണ്. വില്ലേ, ഇമാരാണ് പിടിച്ചു വെച്ചേക്കണത്. സൂക്ഷിക്കണം. ഇമാരാരാ പുലികളെന്നറിയാമോ? എന്റെ അല്ല, ഇത് ഡോക്ടർ അറിഞ്ഞു കാണൂല്ലോ. നിങ്ങളൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. എന്നോടാ കളി. പെങ്ങന്മാരെ ഒരു അണ്ടർ ക്ലാസ് എന്ന് വെച്ചാൽ കേട്ടോ. ഇമാര് ഇനിയും പകരം പറ്റിയാലോ.